നമസ്കാരം. ന്യൂസ് അറ്റ് മരിയനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വഫ മുഹമ്മദ് നൂഹ്. നോക്കാം പ്രധാന വാർത്തകൾ. ISRO നാസ സംയുക്ത ഉപഗ്രഹ വിക്ഷേപണം ഇന്ത്യയിൽ നിന്ന്. പോപ്പ് ഫ്രാൻസിസ് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കും. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് അന്തരിച്ചു. മൂന്നാറിൽ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസിന് ഓട്ടത്തിനിടെ തീപിടിച്ചു. സഞ്ജു സാംസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്രാൻഡ് അംബാസിഡർ. വാർത്തകൾ വിശദമായി. ISRO നിർമ്മിച്ച ഭൗമനിരീക്ഷണ കൃത്രിമോപഗ്രഹത്തിന്റെ വിക്ഷേപണം ഇന്ത്യയിൽ നിന്ന്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സെപ്റ്റംബറിൽ വിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിക്ഷേപണത്തിനായി മാസാവസാനം അമേരിക്കയിൽ നിന്ന് ഉപഗ്രഹം ഇന്ത്യയിലെത്തിക്കും. 2800 കിലോഗ്രാം ഭാരമുള്ള പേടകം പ്രത്യേക കണ്ടെയ്നറിൽ വിമാനമാർഗമാണ് ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ എത്തിക്കുക. 2014 സാറ്റലൈറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2024 ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞായറാഴ്ച ദക്ഷിണ സുഡാനിൽ നിന്ന് റോമിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയാണ് പാപ്പ ഇക്കാര്യം സൂചിപ്പിച്ചത്. ലോക യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് ആദ്യം പോർച്ചുഗലിലെ ലിസ്ബൺ സന്ദർശിക്കുമെന്നും അറിയിച്ചു. സെപ്റ്റംബറിൽ ഫ്രാൻസിലെ മാർസെല്ലിയിൽ നടക്കുന്ന ബിഷപ്പുമാരുടെ സമ്മേളനത്തിലും പങ്കെടുക്കും. മംഗോളിയ സന്ദർശിക്കാനും പാപ്പയ്ക്ക് പദ്ധതികളുണ്ട്. സന്ദർശനം നടന്നാൽ അവിടെ എത്തുന്ന ആദ്യ മാർപ്പാപ്പയാകും പോപ്പ് ഫ്രാൻസിസ്. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ജനറൽ പർവേസ് മുഷറഫ് അന്തരിച്ചു. മുഷറഫ് പട്ടാള മേധാവി ആയിരിക്കെയാണ് 1999 ജൂലൈയിൽ പാക് സൈന്യം കാർഗിലിൽ കയ്യേറ്റം നടത്തിയത്. നാഡീവ്യൂഹത്തെ തളർത്തുന്ന ആമിലോയിഡോസിസ് എന്ന അപൂർവ രോഗം ബാധിച്ച് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പാക് മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ വധത്തിന് കാരണമായ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ഒട്ടേറെ കേസുകൾ നേരിടുന്ന മുഷറഫ് 2016 മാർച്ചിൽ ചികിത്സയ്ക്ക് ദുബായിലെത്തിയ ശേഷം മടങ്ങിയിരുന്നില്ല. കഴിഞ്ഞ ജൂണിൽ ആരോഗ്യനില വഷളായതു മുതൽ ആശുപത്രിയിലായിരുന്നു. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ പ്രകൃതി പഠന ക്യാമ്പിനായി വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസിന് യാത്രക്കിടെ തീപിടിച്ചു. ആരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. മറയൂർ മൂന്നാർ റൂട്ടിൽ തലയാറിൽ വെച്ചാണ് സംഭവം. പൊട്ടൻകാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ ബസ്സിനാണ് തീപിടിച്ചത്. 40 കുട്ടികളും 2 അധ്യാപകരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. മലയാളിയായ ഇന്ത്യൻ ക്രിക്കറ്റർ സഞ്ജു സാംസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്രാൻഡ് അംബാസിഡർ. സമൂഹ മാധ്യമങ്ങളിലെ ഔദ്യോഗിക അക്കൗണ്ടുകളിലൂടെ ബ്ലാസ്റ്റേഴ്സാണ് ഇക്കാര്യം അറിയിച്ചത്. ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തിലേക്ക് സ്വാഗതം സഞ്ജു എന്ന കുറിപ്പോടെ സഞ്ജു മഞ്ഞ ജേഴ്സി അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയും ക്ലബ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. അണ്ടർ-19 T20 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയ കിരീടമണിഞ്ഞ ഇന്ത്യൻ ടീമിന്റെ അമരക്കാരി ഷഫാലി വർമ്മയുടെ വിജയവഴി. സ്പെഷ്യൽ സ്റ്റോറിയുമായി ചേരുന്നു ന്യൂസ് അറ്റ് മരിയൻ. വർഷങ്ങൾക്ക് മുമ്പ് ക്രിക്കറ്റ് ഭ്രാന്തനായ ഒരു പിതാവ് തൻ്റെ മകളെ ലോകമറിയുന്ന ഒരു ക്രിക്കറ്ററാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. ഹരിയാനയിലെ എല്ലാ ക്രിക്കറ്റ് ക്ലബ്ബുകൾക്ക് മുന്നിലും മകൾക്ക് വേണ്ടി അദ്ദേഹം കൈകൂപ്പി. പെൺകുട്ടിയാണെന്ന ഒറ്റ കാരണത്താൽ എവിടെയും അവൾക്ക് പ്രവേശനം ലഭിച്ചില്ല. പെൺകുട്ടികൾക്ക് കൂടി ബാറ്റ് ചെയ്യുവാനും ബോൾ എറിയാനും കഴിയുന്ന ക്ലബ്ബുകൾ അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ക്രിക്കറ്റിനെ ജീവനോളം സ്നേഹിച്ചിരുന്ന ആ പിതാവ് തൻ്റെ മകളുടെ മുടിമുറിക്കുവാൻ തീരുമാനിക്കുന്നത്. ഒരു ആൺകുട്ടിയാണെന്ന വ്യാജേനയാണ് ആ മകൾ ക്രിക്കറ്റ് ക്ലബ്ബിൽ കളിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ആരാലും തിരിച്ചറിയാതെ കളിച്ചു തുടങ്ങിയ ആ പെൺകുട്ടി 2019 തൻ്റെ 15ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിയായി. എല്ലാ ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരി. 2020 T20 കിരീടം കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടുമ്പോൾ കണ്ണീരണിഞ്ഞു നിന്ന ടീം അംഗം ഇന്ന് തൻ്റെ ആദ്യത്തെ അണ്ടർ-19 T20 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി കിരീടമണിഞ്ഞ ഇന്ത്യൻ ടീമിൻ്റെ അമരക്കാരി. കപിൽ ദേവും MS ധോണിയും അടക്കമുള്ള ആൺനിരയ്ക്ക് ശേഷം ആദ്യ ICC അണ്ടർ-19 T20 വേൾഡ് കപ്പ് നേടുന്ന വനിതാ ക്യാപ്റ്റൻ. നായകന്മാർ മാത്രമുള്ള ലോകത്തേക്ക് മുടി മുറിച്ച് കടന്നു വന്ന നായിക ഷഫാലി വർമ്മ. കാലാവസ്ഥ റിപ്പോർട്ട്. കുട്ടിക്കാനത്ത് നിന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് അറ്റ് മരിയൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.